ഹായ് ഗായ്സ്, ജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് പഴംപൊരി ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. പഴംപൊരി എല്ലാവർക്കും അറിയുന്ന ഒന്ന് തന്നെയാണ്, പക്ഷേ ചിലപ്പോൾ ഇത്ര സ്മൂത്തായിട്ട് എങ്ങനെയത് കിട്ടാമെന്ന് ഉള്ളൊരു റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് 3 പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിനെ തൊലിയോട് കൂടി ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് പഴം ഉടഞ്ഞു പോവാതിരിക്കാനാണ് തൊലിയോട് കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് 4 പീസൊക്കെ ഇതിൽ നിന്ന് കിട്ടും. തൊലി കളഞ്ഞെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പോൾ നമുക്ക് എല്ലാ പഴവും ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഒരു അരക്കപ്പ് അരിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. യെല്ലോ കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരല്പം ഉപ്പ്, ഒരല്പം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ ഇത് പാകത്തിനാവും. അപ്പോൾ നമ്മുടെ പഴംപൊരിക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തിക്കായിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പഴം ഈ ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തിക്കായിട്ടുള്ള മാവാകുമ്പോൾ പഴത്തിൽ നന്നായിട്ട് പിടിക്കും. നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. ഇനി ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കി കൂടി ഇതുപോലെ വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ബാക്കി കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള പഴംപൊരിയാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനി ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു.